ബാഴ്സലോണയുടെ കടൽ തീരത്തെ ആഘോഷകേന്ദ്രമായ റാംബ്ല ദേ മാർ എന്ന കടൽപ്പാലത്തിലാണ് ഞാനിപ്പോൾ. മനോഹരമായ മരപ്പാലത്തിലൂടെ ആളുകൾ ഒഴുകുന്നു. ഏറ്റവും പുരാതനമായ കാഴ്ചകൾ ഉള്ളപ്പോൾ തന്നെ ആധുനികതയുടെയും ആഘോഷത്തിന്റെയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വച്ചിരിക്കുന്ന നഗരമാണ് ബാഴ്സലോണ. നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു നഗരം. ഊർജ്ജസ്വലരായ യുവതയുടെ നഗരമാണിത്. ഒരു മാൾ പ്രവർത്തിക്കുന്ന ദ്വീപ് പോലെയുള്ള ആ പ്രദേശത്ത് റാംബ്ല ദേ മാർ എന്ന പാലത്തിലൂടെ തിരികെ നടന്നു. മനോഹരമായ മരപ്പാലമാണ്. നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ലാ റാംബ്ല എന്ന വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എത്തുമ്പോൾ ക്ലാസിക് മന്ദിരങ്ങളുടെ കാഴ്ചയാണ്. അത്തരം നിരവധി മന്ദിരങ്ങൾ അതിരിടുന്ന അവന്യൂ. എല്ലാം മനോഹരമായ കെട്ടിടങ്ങളാണ്. ചരിത്രമുള്ള പല സ്ഥാപനങ്ങളും ഇവയിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, തിയേറ്റർ ഡെൽ ലിസിയു മന്ദിരം. 1847 സ്ഥാപിതമായ ഓപ്പറ ഹൗസാണ് ഇത്. ലോകപ്രശസ്തരായ കലാകാരന്മാരുടെ പെർഫോമൻസുകൾ ഇപ്പോഴും അരങ്ങേറാറുണ്ട് ഇവിടെ. താഴെ ഒരു മെട്രോ സ്റ്റേഷനുണ്ട്, ലിസിയു സ്റ്റേഷൻ. തിയേറ്ററിന്റെ പേര് തന്നെയാണ് സ്റ്റേഷനും. അതിലേക്കിറങ്ങി ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പോകേണ്ടത് ക്യാമ്പ് നൗവിലേക്കാണ്. ഡയഗണൽ എന്ന സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കോൾ ബ്ലാങ്ക് എന്ന സ്റ്റേഷനിൽ ചെന്ന് വേണം ക്യാമ്പ് നൗവിലേക്ക് പോകാൻ. പല ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഡയഗണലിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ പിടിച്ച് അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം വേറൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് വേറൊരു ട്രെയിനിൽ കയറി പോകണം. കാത്തു നിൽക്കവേ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്കെത്തി. ഇവിടെ നിന്ന് 2-3 സ്റ്റേഷൻ കഴിഞ്ഞാൽ ഡയഗണലിലെത്തും. ബാഴ്സലോണയിൽ മെട്രോ സിസ്റ്റത്തെ ഉപയോഗിച്ചുള്ള യാത്രകൾ അതീവ രസകരമാണ്. മാപ്പ് നോക്കി യാത്ര ചെയ്യാൻ അറിഞ്ഞാൽ മതി. 12 യൂറോയുടെ ടിക്കറ്റ് എടുത്താൽ 24 മണിക്കൂർ നേരം ഏത് റൂട്ടിലൂടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ധാരാളം ആളുകൾ ഈ മെട്രോയെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ റൂട്ടിലും ട്രെയിനുകളിൽ എപ്പോഴും നിറയെ ആളുകളുണ്ടാവും. അതാവട്ടെ തിങ്ങി നിറഞ്ഞ് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ അല്ലതാനും. ഡയഗണൽ എന്ന സ്റ്റേഷനിൽ ചെന്നിറങ്ങി അടുത്ത ട്രെയിൻ പിടിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുകളിലേക്ക് കയറണം. എസ്കലേറ്റർ വഴി കയറാം. വേറൊരു ലെവലിൽ കൂടിയാണ് അടുത്ത ട്രെയിൻ പോകുന്നത്. ഭൂഗർഭത്തിൽ പല ലെവലുകളിലായാണ് ട്രെയിനുകൾ തലങ്ങും വിലങ്ങും പോകുന്നതെന്നോർക്കണം. അതിവിശാലമായൊരു ലോകമാണ് സ്റ്റേഷൻ. ഇവിടെ ഒരു വയലിനിസ്റ്റുണ്ട്. സ്റ്റേഷനെ സംഗീതസാന്ദ്രമാക്കുന്ന ഒരാൾ. ഗംഭീര പെർഫോമൻസ് ആണ്. ചെറിയൊരു സ്പീക്കറുണ്ട്. അതുകൊണ്ടാണ് മുഴക്കം കൂടുതൽ. എനിക്കും ഇത്തരം കലാകാരന്മാരെ വലിയ ഇഷ്ടമാണ്. ഭൂമിക്കടിയിൽ ഒരു ഗംഭീര ലോകമാണ് ഇവിടുത്തെ ഓരോ മെട്രോ സ്റ്റേഷനും. ഭൂനിരപ്പിൽ നിന്ന് 80 മീറ്റർ വരെ താഴ്ചയിലാണ് ഈ മെട്രോയുടെ പല ഭാഗങ്ങളും. മുകളിൽ വമ്പൻ നിർമ്മിതികളും ഗംഭീര ക്ലാസിക് മന്ദിരങ്ങളുമെല്ലാം തലയുയർത്തി നിൽക്കുന്നുണ്ട്. പരിചയമില്ലാത്തവർക്ക് ആദ്യം വഴി തെറ്റിപ്പോകും. എല്ലായിടത്തും എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും. ഇനി കോൾ ബ്ലാങ്ക് എന്ന സ്റ്റേഷനിലേക്കുള്ള ട്രെയിനാണ് പിടിക്കേണ്ടത്. പ്ലാറ്റ്ഫോമിലേക്ക് പല ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെന്ന് ഒരു ട്രെയിനിൽ കയറി കോൾ ബ്ലാങ്കിലേക്ക് യാത്രയാവുകയാണ്. കോൾ ബ്ലാങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം. പെട്ടെന്ന് തന്നെ കോൾ ബ്ലാങ്കിലെത്തി. അവിടെ ഇറങ്ങി. കോൾ ബ്ലാങ്ക് വലിയൊരു സ്റ്റേഷനൊന്നുമല്ല. പ്ലാറ്റ്ഫോം തന്നെ ചെറുതാണ്. പക്ഷേ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ഫുട്ബോൾ മത്സരങ്ങളുള്ള ദിവസങ്ങളിൽ ഈ സ്റ്റേഷനെല്ലാം ആളുകളെ കൊണ്ട് നിറയും. FC ബാഴ്സലോണ എന്ന ലോകപ്രശസ്ത ഫുട്ബോൾ ക്ലബിന്റെ ഹോം സ്റ്റേഡിയമാണ് ക്യാമ്പ് നൗ. ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ച നിരവധി കളികൾ നടന്ന സ്ഥലം. യൂറോപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമാണത്. മത്സരമുള്ള ദിവസങ്ങളിൽ ഇതിലൂടെയെല്ലാം ജനം ഒഴുകുകയായിരിക്കും. ആ തിരക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. സ്പെയിനിൽ ഏതൊരാളുടെയും ഏറ്റവും ആവേശമാണ് ഫുട്ബോൾ. ബാഴ്സലോണയിലാവട്ടെ ആ ആവേശം 10 മടങ്ങാണ്. സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ കോൾ ബ്ലാങ്കിന്റെ പട്ടണഭാഗത്തേക്കെത്തി. ഇവിടം ഇങ്ങനെ കാണുമ്പോൾ ബോംബെയുടെ കുറച്ചുകൂടി പുരോഗമിച്ച ഒരു പ്രദേശം പോലെയുണ്ട്. നിരവധി അപ്പാർട്ട്മെന്റുകളും സാധാരണക്കാർ വസിക്കുന്ന പ്രദേശങ്ങളും. വഴിയോരത്ത് റെസ്റ്റോറന്റുകളുണ്ട്. തണുപ്പും കാറ്റും അടിക്കാത്ത രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണത്. ഇപ്പോഴും തണുപ്പ് കാലമാണ്. വേനൽ തുടങ്ങിയിട്ടില്ല. കൊടിയ ശൈത്യം മാറി എന്നു മാത്രം. FC ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയം കാണാൻ നടക്കുമ്പോൾ
അകലെയത മഹത്തായ അറീന. ടെലിവിഷനിലൂടെ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ള ഫുട്ബോൾ പ്രേമികളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ബാഴ്സ സ്റ്റേഡിയം. അതിലേക്കുള്ള എൻട്രൻസ് എവിടെയാണെന്ന് ആദ്യം പിടുത്തം കിട്ടിയില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ ഇതാണ് വഴിയെന്ന് മനസ്സിലായി. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. ഇന്ന് കളിയൊന്നുമില്ല എങ്കിലും എപ്പോഴും സജീവമാണ്. ചുറ്റുമുള്ള അതിവിശാലമായ പ്രദേശം മുഴുവൻ ഈ സ്റ്റേഡിയത്തിൻ്റെതാണ്. ക്യാമ്പ് നൗ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. 1,50,000 പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയമാണിത്. ബാഴ്സയുടെ ജേഴ്സിയും മറ്റും കിട്ടുന്ന സുവനീർ ഷോപ്പുകൾ, മ്യൂസിയം, കോഫി ഷോപ്പുകൾ എന്നിങ്ങനെ പല പല സ്ഥാപനങ്ങളുണ്ട് സ്റ്റേഡിയം കോംപ്ലക്സിൽ. പല പല ഗൈഡഡ് ടൂറുകളുണ്ട് ഇവിടെ. വെറുതെ കാണാൻ ടിക്കറ്റ് വേണ്ട. എന്നാൽ ടൂറുകളിൽ പങ്കെടുക്കാൻ ടിക്കറ്റ് എടുക്കണം. ഒരു ടൂറിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. സ്റ്റേഡിയത്തിൽ പണികൾ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം തുടങ്ങിയ പണികളാണത്. 2026 ജൂണിലെ നവീകരണം പൂർത്തിയാവൂ. മുകൾ നിലയിലെ ഇരിപ്പിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ആ ഭാഗത്തുകൂടി ആകാശം കാണുന്നതിന്റെ കാരണം അതാണ്. നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ സ്റ്റേഡിയത്തിനകത്തേക്കുള്ള ടൂർ 2-3 എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിനാൽ അകം കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്നാൽ മ്യൂസിയം കാണാനും ഷോപ്പിങ്ങിനുമെല്ലാം പോകാം. ഏതായാലും മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. 1954 മുതൽ 57 വരെയുള്ള വർഷങ്ങളിൽ നിർമ്മിച്ച സ്റ്റേഡിയമാണിത്. തുടർന്ന് പലതവണ ഇതിൽ നവീകരണം നടന്നിട്ടുണ്ട്. 1982 ഫിഫ വേൾഡ് കപ്പിനു വേണ്ടിയായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും വലിയ നവീകരണം നടന്നത്. എന്നാൽ ഇത്തവണ കുറെ കൂടി വിപുലമാണ് പണികൾ. അതിൻ്റെ ഓരോ ലെവലുകളിലൂടെ പണിക്കാർ നടക്കുന്നത് കാണാം. അവരുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ സ്റ്റേഡിയത്തിന്റെ ഭീമാകാരത്വം വ്യക്തമാവും. ഇപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ലോകത്ത് 12ാം സ്ഥാനമാണ് ക്യാമ്പ് നൗവിനുള്ളത്. നവീകരണം കഴിയുന്നതോടെ അത് 3ാം സ്ഥാനമായി മാറും. ഇന്ത്യയിൽ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഇപ്പോൾ 2ാം സ്ഥാനത്ത്. ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. പലാവു ബ്ലൗഗ്രാന എന്ന സ്പോർട്സ് കോംപ്ലക്സ് ആണിത്. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സി എത്രയോ മത്സരങ്ങളിൽ കളിച്ച സ്റ്റേഡിയമാണ് ഇവിടുത്തേത്. FC ബാഴ്സലോണയുടെ താരമായിരുന്ന മെസ്സി ഈ സ്റ്റേഡിയത്തിൽ 382 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ഇതിൽ മൊത്തമായി 396 ഗോളുകൾ നേടുകയും ചെയ്തു. മെസ്സിയെ കൂടാതെ റൊണാൾഡീഞ്ഞോ, ഡീഗോ മർഡോണ, ലൂയിസ് സുവാരസ് എന്നിങ്ങനെ എത്രയോ പ്രമുഖർ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. സ്പാനിഷ് ഫുട്ബോളിലെ പരമ്പരാഗത വൈരികളായ റിയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയ സ്റ്റേഡിയമാണിത്. ഇവിടേക്കെത്തുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയതുപോലെയുണ്ട്. ഇന്ന് കളിയൊന്നുമില്ല. മാത്രമല്ല സ്റ്റേഡിയത്തിനകത്ത് ആളുകളെ കടത്തിവിടുന്നുമില്ല. എന്നിട്ടും ഇവിടെയെല്ലാം ധാരാളം ആളുകളുണ്ട്. വളരെ സജീവം. എല്ലാ ദിവസവും 100 കണക്കിന് ആളുകൾ വരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ. FC ബാഴ്സലോണ ലോക പ്രശസ്തമാണല്ലോ. വരുന്നവർ പലരും ബാഴ്സയുടെ ജേഴ്സി അണിഞ്ഞാണ് നടക്കുന്നത്. ഇവിടെ ബാഴ്സ ബോട്ടിഗ എന്ന പേരിൽ ഒരു ബൂട്ടിക് ഷോപ്പുമുണ്ട്. ബാഴ്സയുടെ ഫുട്ബോൾ, ജേഴ്സി, ബൂട്ട്സ്, തൊപ്പി എന്നിങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. അത് തന്നെ ഒരു കാഴ്ചയാവുന്നു. ഗംഭീരമായ ഡിസ്പ്ലേകൾ. ബാഴ്സയുടെ ഇപ്പോഴത്തെ പ്രധാന താരങ്ങളെ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ താരങ്ങളെ പലരെയും എനിക്കറിയില്ല. പക്ഷേ ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക് സുപരിചിതരാണവർ. ഇവിടെ ഏറ്റവും പ്രധാന വിൽപ്പന വസ്തു ബാഴ്സയുടെ ജേഴ്സിയാണ്. നീലയും ചുവപ്പും ചേരുന്ന ആ ജേഴ്സി വളരെ പ്രശസ്തമാണല്ലോ. ഈ ജേഴ്സി അണിയുന്ന താരങ്ങൾ പ്രാദേശികമായി ബ്ലൗഗ്രാന എന്നാണ് അറിയപ്പെടുന്നത്. കത്തലാൻ ഭാഷയിൽ ബ്ലാവു എന്നാൽ നീലയും ഗ്രാന എന്നാൽ കടും ചുവപ്പുമാണ്. 1899 ബാഴ്സലോണ ക്ലബ് രൂപീകരിച്ചതു മുതൽക്കേ ഈ നിറങ്ങൾ ടീമിന്റെ ജേഴ്സിയിലുണ്ട്. കത്തലാൻ വീറിന്റെ അടയാളമായാണ് ഇന്നാട്ടുകാർ FC ബാഴ്സയുടെ ജേഴ്സിയെ കാണുന്നത്. ഒറിജിനൽ പ്ലെയേഴ്സ് ജേഴ്സിയുടെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. പല വിലയുള്ള ജേഴ്സികളുണ്ട്. പിള്ളേർക്കാണ് ജേഴ്സി ഭ്രാന്ത് കൂടുതൽ എന്ന് തോന്നി. എന്റെ കൂടെയുള്ള അഡ്വക്കേറ്റ് ജീനിന് എനിക്കൊരു സമ്മാനം വാങ്ങിത്തരണമെന്ന് നിർബന്ധം. അങ്ങനെ ജീൻ എനിക്ക് ബാഴ്സയുടെ ചിഹ്നമുള്ള ഒരു തൊപ്പി
സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിലും മറ്റു പല പരിപാടികളിലും ഇപ്പോൾ ഞാൻ ആ തൊപ്പി വെച്ച് പ്രത്യക്ഷപ്പെടാറുമുണ്ട്. തൊപ്പി കിട്ടിയാൽ ഞാൻ നിരസിക്കില്ല, അത് ആര് സമ്മാനം തന്നാലും. ബാഴ്സയുടെ പന്തുകൾ പല നിറത്തിലും ഡിസൈനിലുമുള്ള പന്തുകളുണ്ട്. 29 യൂറോയൊക്കെയാണ് വില. 29 യൂറോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 രൂപ. നൈക്കിയുടെ ബൂട്ട്സ്. FC ബാഴ്സലോണയുടെ ഒരു സ്പോൺസറാണ് നൈക്കി. കുട്ടികളുടെ ആവേശമാണ് എവിടെയും കാണുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാമുണ്ട്. ആൺകുട്ടികളാണ് ഈ പ്രോഡക്റ്റുകൾ കൂടുതലും വാങ്ങുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നമുക്കിപ്പോഴും ഇങ്ങനെയൊരു സ്പോർട്സ് കൾച്ചർ വന്നിട്ടില്ല. നമ്മുടെ സ്റ്റേഡിയങ്ങളിൽ കളിയില്ലാത്തപ്പോൾ ചായക്കട മാത്രമാവും പ്രവർത്തിക്കുക. കളിയുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ അതങ്ങനെ തുറന്നിരിക്കും. ചില സ്റ്റേഡിയങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും ചെയ്യും. നല്ല ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടാവണം. ഫുട്ബോൾ ഒരു ഇൻഡസ്ട്രിയായി മാറണം. ഫുട്ബോൾ ഒരു വരുമാന പരിപാടിയാണ്. FC ബാഴ്സയ്ക്കും മറ്റും അത് വ്യവസായം തന്നെയാണ്. ക്ലബിന്റെ സ്റ്റോർ തന്നെ കണ്ടില്ലേ, എത്ര വിപുലമാണ്! ഒരു മാൾ പോലെയാണത്. ഞാൻ അതിന് പുറത്തേക്കിറങ്ങി. ഇവിടെ ഇമ്മേഴ്സീവ് ടൂറുണ്ട്, കോഫി ഷോപ്പുമുണ്ട്, പലതരം ആക്ടിവിറ്റികൾ, ബാഴ്സ കഫേ എന്നൊക്കെ പേരുള്ള വലിയ റെസ്റ്റോറൻറ്റുകൾ. അവിടെ എത്തുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യാനും അവർക്ക് ഷോപ്പിംഗ് നടത്താനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിവെച്ച് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ആക്കിയിരിക്കുകയാണ് സ്റ്റേഡിയവും പരിസരവും. നമ്മുടെ സ്പോർട്സ് വകുപ്പിലെ ആളുകൾ ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. കാര്യവട്ടം സ്റ്റേഡിയമാകട്ടെ, കല്ലൂർ സ്റ്റേഡിയമാകട്ടെ, അതിന്റെ പരിസരങ്ങളെ ഒരു ക്ലബ്ബുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യണം. ബാഴ്സ ബസ് എന്നു പേരുള്ള ഒരു ബസ്, ഒരു റെസ്റ്റോറൻറ്റിന്റെ കൗണ്ടറാണത്. FC ബാഴ്സയുടെ ജേഴ്സിയുടെ നിറങ്ങൾ അണിഞ്ഞ ബസ്. ഇതിനകത്ത് പലവിധ പലഹാരങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ചുറോസ് എന്നാണ് ഈ പലഹാരത്തിന്റെ പേര്. പലതരമുണ്ടത്. ചോക്ലേറ്റ് നിറച്ച ചുറോസാണിത്. അതുപോലെ തന്നെ ക്രീം നിറച്ച ചുറോസുമുണ്ട്. ചുറോസിന് സാധാരണയായി വലിയ മധുരമൊന്നുമുള്ളതല്ല, പക്ഷേ മധുരമുള്ള ചേരുവകൾ അതിൽ നിറയ്ക്കാറുണ്ട്. ചോക്ലേറ്റിൽ മുക്കിയെടുത്ത ചുറോസാണിത്. നമ്മൾ ഉപ്പേരിയൊക്കെ കഴിക്കും പോലെ കളി കാണുമ്പോഴും മറ്റും ഇന്നാട്ടുകാർ ചുറോസ് കഴിച്ചുകൊണ്ടിരിക്കും. സ്പെയിൻകാരുടെ ഒരു പ്രധാന സ്നാക്കാണത്. ഇത്തരമൊരു സ്ഥലത്തെ കൊമേഴ്ഷ്യൽ സാധ്യതകൾ എത്രയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്പെയിനിൽ, പ്രത്യേകിച്ച് ബാഴ്സയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് അതാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അവിടെ വെച്ച് 2 മലയാളി കുട്ടികളെ പരിചയപ്പെട്ടു. ഈ പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസറാണ്. അവൾ ഇടയ്ക്കെല്ലാം ഈ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ വരും. ഇവിടുത്തെ അപ്ഡേറ്റ്സ് അവൾ വീഡിയോ ചെയ്യും. ധാരാളം വ്യൂവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇവൾ. മലയാളത്തിൽ നല്ല അപ്ഡേറ്റ്സ് കൊടുക്കും. അവർ സഞ്ചാരം കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നെ പരിചയപ്പെടുകയായിരുന്നു. അവരോട് യാത്ര പറഞ്ഞു നടന്നു. ഒരിക്കൽ കൂടി സ്റ്റേഡിയത്തെ തിരിഞ്ഞു നോക്കി. അതിന്റെ അകത്ത് കയറാൻ വേറൊരു ദിവസം ഞാൻ വരും. വീണ്ടും വരണമെന്ന ആഗ്രഹം തോന്നുന്ന ഒരു നഗരം തന്നെയാണ് ബാഴ്സലോണ. തിരിച്ചു നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കളിയുള്ള ദിവസം ഈ തെരുവൊക്കെ എങ്ങനെയായിരിക്കുമെന്നാണ്. ജനനിബിഡമായിരിക്കും ഇവിടമെല്ലാം. അന്ന് ഈ റെസ്റ്റോറൻറ്റുകളൊന്നും ഇങ്ങനെയായിരിക്കില്ല. ഇവിടെയൊക്കെ ബിയറും കയ്യിൽ പിടിച്ച് കളിയുടെ ആവേശത്തിൽ അട്ടഹസിക്കുകയും സ്വന്തം ടീമിന്റെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ വികാരം മുഴുവൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന യുവത. ആ കാഴ്ച ഇതിലെ നടക്കുമ്പോൾ സങ്കല്പിക്കാൻ പറ്റും. അത്ര ആവേശഭരിതരാണ് ഫുട്ബോളിന്റെ കാര്യത്തിൽ സ്പെയിൻകാർ. ഈ പ്രദേശമെല്ലാം അന്ന് വൈബ്രന്റ് ആയിരിക്കും. തന്നെയുമല്ല, കളിയുടെ 10 ദിവസം മുൻപും കളി കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷവും ഇവിടമെല്ലാം ആകെ ബഹളമയമാവും. ഞങ്ങൾ തിരികെ മെട്രോ സ്റ്റേഷനടുത്തേക്കെത്തി. കോൾ ബ്ലാങ്ക് സ്റ്റേഷനിലേക്ക് താഴേക്കിറങ്ങണം. ചെറിയ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ് കോൾ ബ്ലാങ്ക്. അടുത്ത ട്രെയിൻ വന്നു. മെട്രോ ട്രെയിനുകൾ എല്ലാം നല്ല തിളങ്ങുന്നവയും ഭംഗിയുള്ളവയുമാണ്. അതിന്റെ തിളക്കം ഒരിക്കലും മങ്ങുന്നില്ല. ഭൂമിക്കടിയിലായതുകൊണ്ട് വെയിലേൽക്കാത്തതും മഴ നനയാത്തതുമായിരിക്കാം കാരണം. നമ്മുടെ കൊച്ചി മെട്രോയുടെ വണ്ടികളൊക്കെ മുഷിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴയും വെയിലും കൊള്ളുന്നത് കൊണ്ടാവാം. ഒരു ട്രെയിനിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി.
അടുത്തതായി പ്ലാസ ദേ സാൻസ് സ്റ്റേഷനിൽ ഇറങ്ങണം. കോൾ ബ്ലാങ്ക് കഴിഞ്ഞ് ഒരു സ്റ്റേഷൻ പിന്നിട്ടാൽ പിന്നെ പ്ലാസ ദേ സാൻസ് ആയി. അവിടെ ഇറങ്ങി. ഇനി എസ്പാനിയ എന്നൊരു സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. പ്ലാസ ദേ എസ്പാനിയ എന്ന വലിയൊരു സ്ക്വയറുണ്ട്. അവിടമാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അവിടേക്ക് പോകണമെങ്കിൽ എസ്കലേറ്റർ കയറി പ്ലാസ ദേ സാൻസ് സ്റ്റേഷന്റെ മറ്റൊരു പ്ലാറ്റ്ഫോമിലെത്തണം. വലിയൊരു സ്റ്റേഷനാണ് പ്ലാസ ദേ സാൻസിലേത്. അടുത്ത പ്ലാറ്റ്ഫോമിലെത്തി. അപ്പോഴേക്കും മറ്റൊരു ട്രെയിൻ എത്തി. വളരെ സൗകര്യപ്രദമാണ് ഇവിടുത്തെ മെട്രോ സംവിധാനം. ഈ നഗരത്തിന്റെ ഏതു ഭാഗത്തേക്കും ഇതിൽ നമുക്ക് പോകാം. കൊച്ചി മെട്രോ നഗരത്തിലെ എല്ലാ സ്ട്രീറ്റിലും എത്താവുന്ന വിധം സർവീസ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഭാവിയിൽ നഗരത്തിൽ എവിടെയും എത്താവുന്ന വിധം കൊച്ചി മെട്രോയും വിപുലീകരിക്കപ്പെട്ടേക്കാം. ഇവിടെ ഭൂമിയുടെ അടിയിലേക്ക് നേരെ ഇറങ്ങിയാൽ മതി. ഓരോ കിലോമീറ്റർ ഇടവിട്ടും മെട്രോ സ്റ്റേഷനുകളുണ്ട്. പുസ്തകം വായിച്ചു പോകുന്ന ആൾക്കാരെ കാണാം. ഈ മനുഷ്യരെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് രസകരമാണ്. പൊതുവെ നല്ല സൗഹൃദമുള്ളവരാണ് ഇവിടുത്തുകാർ. എസ്പാനിയ സ്റ്റേഷനിലേക്കെത്തി. ഇതിനിടയ്ക്ക് പല സ്റ്റേഷനുകളിൽ നിർത്തുകയും ആളുകൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇതാണ് എസ്പാനിയ സ്റ്റേഷൻ. ധാരാളം ആളുകൾ ഇറങ്ങാനുണ്ട് ഈ സ്റ്റേഷനിൽ. പ്ലാസ ദേ എസ്പാനിയ എന്ന വലിയൊരു സ്ക്വയറിൽ പണ്ട് ഞാൻ വന്നത് ഓർക്കുന്നുണ്ട്. സ്ക്വയറിലേക്കെത്താൻ ഏതുവഴിയാണ് പോകേണ്ടതെന്ന് ജീൻ പോയി അന്വേഷിച്ചു. ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു പാട്ടുകാരനുണ്ട്. ഭൂമിക്കടിയിലെ ഒരു പ്രത്യേക ലോകം തന്നെയാണ് ഇവിടം. വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്ന മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷനുകളുടെ ഒരു പ്രത്യേകത പല പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കകത്തേക്ക് ഇവിടെ നിന്നും പ്രവേശിക്കാമെന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു മാളിലേക്ക് മെട്രോയിൽ നിന്ന് ആക്സസ് കൊടുത്താൽ എന്തോ വലിയ പാപം ചെയ്യുന്നത് പോലെയാണല്ലോ. ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി. സ്റ്റേഷനിൽ നിന്ന് ചെല്ലുന്നത് വലിയൊരു സ്റ്റേഡിയത്തിനടുത്തേക്കാണ്. ഒരു അരീനയായിരുന്നു ഇത്. അരീനാസ് ദേ ബാഴ്സലോണ എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് കാളപ്പോര് നടന്നിരുന്ന അരീന. അതിന്ന് ഒരു വലിയ മാളായി മാറിയിരിക്കുകയാണ്. അരീനയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ലിഫ്റ്റ് സൈഡിൽ കൂടെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ കയറിയാൽ അരീനയുടെ ടെറസിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. ഒരു കാലത്ത് നിരന്തരമായി കാളപ്പോര് നടന്നിരുന്ന അനേകം ആളുകളുടെ ആരവങ്ങൾ ഉയർന്നിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു ഇതെന്നോർക്കണം. അതിന്റെ മുൻപിൽ ഈ കാണുന്നത് പ്ലാസ ദേ എസ്പാനിയ. അതിവിശാലമായ ഒരു സ്ക്വയർ. അതിന്റെ ഒത്ത നടുക്ക് ഒരു ഫൗണ്ടനുണ്ട്. മാർസ് ഫൗണ്ടൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. മാർസ് എന്ന ദേവന്റെ പേരിലുള്ള ഫൗണ്ടൻ 1929 സ്ഥാപിച്ചതാണിത്. അങ്ങേയറ്റത്ത് 2 ഗോപുരങ്ങൾ. വെനീഷ്യൻ ടവേഴ്സ് എന്നാണ് അവ അറിയപ്പെടുന്നത്. വെനീഷ്യൻ സ്വഭാവത്തിലുള്ള 2 ഗോപുരങ്ങൾ. വെനീഷ്യൻ ടവേഴ്സിന്റെ 2 വശത്തുമായി ഇങ്ങനെ 2 കെട്ടിടങ്ങൾ. ക്ലാസിക് മന്ദിരങ്ങളാണ്. ഒരു ഹോട്ടലാണിത്. ഹോട്ടൽ കത്തലോണിയ. ഈ പ്രദേശത്തെ ഒരു പ്രധാന നിർമ്മിതിയാണത്. ഇതാണ് വെനീഷ്യൻ ടവേഴ്സ് ഉൾപ്പെടുന്ന പ്ലാസ എസ്പാനിയയുടെ കാഴ്ച. ഇന്റർനാഷണൽ ഫെയർ വേദിക്ക് ഒരു ആഗോള മുഖം നൽകുന്നതിനാണ് വെനീഷ്യൻ മാതൃകയിൽ ഇവ പണിതത്. കടന്നുപോകുന്നത് കിടിലൻ ബസ്സുകളാണ്. ടയർ പോലും കാണാത്ത വിധം കവർ ചെയ്ത സുന്ദരൻ ബസ്സുകൾ. രസകരമായ ഒരു സായാഹ്നം. വെയിൽ ചാഞ്ഞു തുടങ്ങി. അരീനയുടെ മുകളിലേക്ക് ഈ ലിഫ്റ്റിൽ കൂടി പോകാമെന്ന് തീരുമാനിച്ചു. മിറർ ലിഫ്റ്റ്, ഗ്ലാസ് ലിഫ്റ്റ് എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ഈ ലിഫ്റ്റിൽ കയറി അരീനാസ് ദേ ബാഴ്സലോണയുടെ ടെറസിലെത്താം. അവിടെ നിന്നാൽ മനോഹരമായ വ്യൂ ആയിരിക്കും ലഭിക്കുക. അതിലേക്ക് കയറാൻ ജീൻ ചെന്ന് വിവരം അന്വേഷിച്ചു. ടിക്കറ്റ് എടുക്കണം. പക്ഷേ അവിടെയുണ്ടായിരുന്ന സ്ത്രീ മറ്റൊരു കാര്യം പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് ഈ ലിഫ്റ്റിൽ കയറി പോകണമെന്നില്ല. അരീനയുടെ അകത്ത് കയറിയാൽ അവിടെ ലിഫ്റ്റുണ്ട്. ഫ്രീ ആയിട്ട് അതിൽ കയറി മുകളിലേക്ക് പോകാം. അരീനയുടെ അകം കാണുകയും ചെയ്യാമല്ലോ. എങ്കിൽ അതാണ് നല്ലതെന്ന് ഞങ്ങളും തീരുമാനിച്ചു. സെൻട്രൽ കൊമേഴ്ഷ്യൽ അരീനാസ് ദേ ബാഴ്സലോണ എന്ന പ്രധാന കവാടത്തിൽ ബോർഡ്. അതിന് ചുവട്ടിലൂടെ അകത്തേക്ക് നടന്നു. അരീനാസ് ദേ ബാഴ്സലോണ എന്ന പഴയ കാളപ്പോര് സ്റ്റേഡിയത്തെ ഇന്നൊരു വമ്പൻ മാളാക്കി മാറ്റിയിരിക്കുന്നു. സ്റ്റേഡിയത്തിന്റെ ഓരോ ലെവലുകളെയും പല നിലകളായി തിരിച്ച് അതിലെല്ലാം ഷോപ്പുകൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ സ്റ്റീൽ സ്ട്രക്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്.
ബാഴ്സലോണയിൽ കാളപ്പോരിന് വലിയ ജനപ്രീതിയുണ്ടായിരുന്ന കാലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് ഇവിടെ ഒരു അരീന പണിയുന്നത്. പ്ലാസ ദെ ടോറോസ് ദെ അരീനാസ് എന്ന് പേരിട്ട ആ സ്റ്റേഡിയം 1900 ജൂൺ 29-ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു. 15,000 പേർക്കിരുന്ന് കാളപ്പോര് കാണാവുന്ന അരീനയായിരുന്നു അത്. പിന്നീട് എത്രയോ കാളപ്പോരുകൾ ഇവിടെ നടന്നു. ബോക്സിംഗ് മത്സരങ്ങളുടെയും ഒരു വേദിയായിരുന്നു അരീന. 1970-കളോടെ കത്തലോണിയ മേഖലയിൽ കാളപ്പോരിനോടുള്ള ജനങ്ങളുടെ താൽപ്പര്യം കുറഞ്ഞു. 1977 ശേഷം ഉപേക്ഷിക്കപ്പെട്ട സ്റ്റേഡിയം 2011 ഒരു മാളായി പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെ ലിഫ്റ്റുകൾ നിരന്തരം പോകുന്നുണ്ട്. അതിലൊന്നിൽ കയറി ടെറസിലേക്ക് പോകാനായി ഞങ്ങൾ അവിടേക്ക് നടന്നു.